വെൽക്കം ടു മൈ ചാനൽ കൻസാൻഡസ്റ്റിൽ. അപ്പോൾ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ കാണിച്ചത് ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലത്തെ പച്ചക്കറിയും തോട്ടമൊക്കെ കാണിച്ചു തരാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഇത് മുറുക്കൂറ്റിയാണ്. ഇത് മുറുക്കൂറ്റി പറഞ്ഞാൽ ഭയങ്കര വലിയൊരു സംഭവമാണ്. ഇത് ഇങ്ങനെ പടർന്ന് ഇങ്ങോട്ട് ഇറക്കം വരുന്നുണ്ട് കേട്ടോ മുറ്റത്തേക്ക്. അടിപൊളി സംഭവമാണിത്. ഇതിനെന്താ ഉപകാരം? എന്താ ഇതെല്ലാം മുറി പച്ചമുറി വളരെ പെട്ടെന്ന് ഉണക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. പെട്ടെന്ന് ഉണങ്ങാൻ സഹായിക്കോ? അതല്ലേ മോളെ മുറിക്കൂട്ടി എന്ന് പറഞ്ഞ മുറിനെ കൂട്ടുന്നു. അതെന്താ നമുക്കറിയില്ല. ഇത് ആര്യവേപ്പിലാണ് മോളെ. ഇതിന്റെ ആര്യവേപ്പില എന്ന് പറഞ്ഞ ഒരു ഔഷധ സസ്യം. ഞങ്ങളോട് ചോദ്യം ചോദിക്കും, നിങ്ങൾ ആൻസർ പറയാം. ഓക്കെ. ഒരു വിവരമില്ലാത്ത കുഞ്ഞാറ്റ. ആര്യവേപ്പില ഔഷധ സസ്യാണ്. അതായത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഓള് പറട്ടെ അറിയണ പോലെ. അനക്ക് അറിയണ പോലെ പറഞ്ഞാൽ മതി. അനക്ക് അറിയണ പോലെ പറഞ്ഞാൽ മതി കുഞ്ഞാറ്റോ. അത് ആര്യവേപ്പിന്റെ ഇലയാണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ചിക്കൻ ബോക്സ് ഒക്കെ വന്നാലൊക്കെ നമ്മള് ചിക്കൻ ബോക്സ് ഒക്കെ വന്ന നീ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോ. തുളസിയൊക്കെ എന്തിനാ നല്ലത് എനിക്കറിയോ? നല്ല ടേസ്റ്റ് ആണ്. ഇതിപ്പോ വളർന്നുണ്ടെങ്കിൽ ഇതെന്താ ഇതെന്താണ് നല്ല ഞാമ്പഴോ? വിചാരിക്കരുത്, ചക്കപ്പഴാണ്. അടിപൊളി സാധനമാണിത്. ഒരു കായ കാണിച്ചു തരാം. ചക്കപ്പഴം നല്ല ടേസ്റ്റ് ആട്ടോ. നീ ബാക്കി കാണിച്ചെടുക്ക. കാക്ക പറഞ്ഞാ ഇത് ആൽമരാണ്. ചെറുതായിട്ട് ആൽമരോ? അത് ആൽമര അല്ലടി, അതാണ് ഞാൻ ആൽമരം. അയ്യോ സോറി. ഞാമ്പഴം 2-3 നിങ്ങളൊന്നും വിചാരിക്കണ്ട, ഞാൻ ഇതൊന്നും പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടില്ലെങ്കിൽ ബാക്കി കാണിച്ചെടുക്കേ. ഇത് വേപ്പിന്റെ ഇലയാണ് കേട്ടോ ഗൈസ്. വേപ്പിന്റെ ഇല ഉണ്ടല്ലോ. അടിപൊളിയാണ്. നമ്മളെന്നും വേപ്പിന്റെ ഇല. അവിടൊക്കെ ഒന്ന് ഇറങ്ങി കാണിച്ചു കൊടുക്കോ. ഇറങ്ങ് ഇറങ്ങണം. എപ്പോഴും എന്നെ തിരക്ക് കൂടലാണ്. അപ്പൊ എന്താ ചെയ്യാ, അടിപൊളി ഗാർഡനാണ്. എല്ലാരും കണ്ടില്ല, ഇതാണ് നമ്മളെ ഗാർഡന്. നല്ല രസമില്ലേ? വേപ്പിന്റെലൊക്കെ നല്ല രസമില്ലേ? ഇതിനിങ്ങനെ പൂ ഇങ്ങനെ വരും കേട്ടോ. പൂ കണ്ട കാണിച്ചു പൂ. പൂവൊക്കെ കാണാണ്ട് ഇറങ്ങിക്കോ. അപ്പൊ നമ്മള് വിളവെടുപ്പാണെന്ന്. ഇതാ ഈ പൈപ്പിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ ഈ ഇത് പറഞ്ഞ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് അത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറച്ച് ഓളം മേത്തൊക്കെ ആക്കേണ്ടി വരും. ഇനി മതി, നിർത്ത്. എന്നാ ബാക്കി തോട്ടം കാണിച്ചു കൊടുക്കേ. നിർത്തി പോവാനായിട്ടില്ല. ഇത് നിർത്തൂല. എന്താ എന്താ ഇനി ഞാൻ ചെയ്യണമെന്നില്ല. ഒക്കെ ചെയ്യണം. അപ്പൊ നമ്മള് വിളവെടുപ്പാണ്. ഇവരൊക്കെ അതല്ല, മുളക് മാത്രം മതി. മുളക് പറിക്കാനാ? ആയിട്ടില്ല. ഇല്ല. വാ, നീ പിലാവിനെ കുറിച്ചൊക്കെ പറയും. പിലാവ് കാണിച്ചു കൊടുക്ക്. ഇതാണ് നമ്മുടെ പിലാവ്. അടിപൊളി പിലാവാണ്. പിലാവല്ല, നീളുണ്ട്. ഇതിന്റെ കാക്കൊക്കെ ഇതിന്ന് കേറിയിട്ട് ഇട്ടീന്ന്. നല്ല കേറുന്ന പിലാവെന്ന് കേറിയിട്ടത് തെങ്ങ് കാച്ചിലാണ്. ഇന്നലെയും കൂടി ഇട്ടിട്ടുള്ളൂ. 3-4 ചക്ക ഉണ്ട്. ചക്കയാണ് തിന്ന് കൊറേ കുരുവൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കാണിച്ചു തരാണ്. ഇതൊക്കെയാണ് സാധനങ്ങൾ. ഇതൊക്കെ എന്താണ്? തേങ്ങ പോലത്തെ സാധനങ്ങളാണ്. നിങ്ങളിന്റെ പിന്നാലെ മുളക് പറിക്കാണ്ടോ? വായോ, നമ്മളെല്ലാവർക്കും കൂടെയാണ് മുളക് പറിക്കുക. കത്തിക്ക് പറ്റൂല, ഹെൽപ്പ് വേണം.
അപ്പൊ നമ്മൾ ചെറുതാണ് മുറിക്കണത്. അപ്പൊ സുന്നത്ത് കല്യാണം കഴിഞ്ഞ് ചിരിക്കാക്ക സുന്നത്ത് കല്യാണം കഴിഞ്ഞ ഞാൻ എല്ലായിടത്തും കല്യാണം കഴിച്ചുവിട്ടേ. അപ്പൊ എന്തൊരു നമ്മൾ ഉസ്താദ് ഇവിടെ ഉണ്ട് കേട്ടാ. അല്ല ഇതെടുക്കട്ടെ ഫുള്ള്. കൊറേ കല്യാണം കഴിക്കാണ്ടുമ്മ. 1 2 അല്ലോ അതാ. രണ്ടെണ്ണം എടുത്തമ്മള്. ഞാൻ അടുത്തതിന്റെ നോക്ക്. അടുത്തതിന്റെ വേഗം പോരട്ടെ. നമ്മളിനി വലുതാണ് എടുക്കണത്. ചെറുതൊന്നും ഓർക്ക് പറ്റൂല. ചെറുത് വളർന്നോട്ടെ. ആയിക്കോട്ടെ. അതാണ് കണ്ട കണ്ട നോക്ക് കായ്സ് കായ്സ് നോക്ക് കായ്സ്. ഇതിപ്പോ കയ്യേറ്റ് തന്നെ എടുക്കാം. കയ്യേറ്റ് തന്നെ എടുക്കാം. ചരങ്ങ അത് വീഡിയോ അവസാനിക്കുമ്പോ നിക്കും. അവരെടുത്തോ. ഇത് അങ്ങനെ കേട്ടോ ഗായ്സ്. അപ്പൊ ഇത് എടുക്കണ്ടമ്മ. ഇപ്പൊ മുളക് അപ്പൊ 10 എടുത്തിട്ടാണ് നമ്മൾ നിർത്തുന്നത്. അപ്പൊ ഇതിന്ന് എടുക്കാം. ഇത് വെറൈറ്റി മുളക് ഉണ്ട് കേട്ടോ. ഒന്ന് മാത്രല്ല 2 ഉണ്ട്. ഇപ്പൊ ഈ നമ്മുടെ ഈ തയ്യോളൊക്കെ ഭയങ്കര അടിപൊളി തയ്യോളാണ്. എവിടെ ഇല്ല ഇഷ്ടായിട്ടൊന്നും കാണാനിട്ട് ഗൈസ്. നിങ്ങൾ കാണുന്ന പോലെ അല്ല. ഞാൻ ഇവിടെ ടോർച്ച് അടിക്കണ്ടല്ലോ. ഇത് നമുക്ക് നോക്കിട്ട് എടുക്കാം. ഒന്ന് എടുത്ത്. അപ്പൊ അടിപൊളിയാണ് വിളവെടുപ്പ്. എല്ലാരും കാണുക. കണ്ടാ മതി വിളവെടുപ്പ്. ഇതിന് ഇങ്ങനെ പൂ വരുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ പൂ വരുന്നത് എന്താണെന്നറിയോ? പൂ വരുന്നത് നമ്മൾ കായ്ച്ചിട്ട് അതിങ്ങനെ വളരുകയാണ്. ഇങ്ങനെ വളർന്ന് മുളകാവും. മുളക് നമ്മൾ പറിച്ചിട്ട് ഇങ്ങനെ ഇതാണ് മുളക് ഉണ്ടാവുക. മുളക് നമ്മൾ എന്നിട്ട് കറിയിലൊക്കെ ഇങ്ങനെ ഇടും. മനസ്സിലായോ? ഇനി ബാക്കിയുള്ള കാണിച്ചോത്താ. ഇത് എന്തിനാ കത്തി വന്നു മനസ്സിലായില്ല. ചരങ്ങ മുറിച്ചോണ്ട് ഇതിലിപ്പോ നമ്മളെടുത്ത് 10 നിർത്തിട്ട് വലുതൊക്കെ ഒരു 6 വേണുള്ളൂ. ചരങ്ങ മുറിച്ചൊക്കെ എന്താ വലുതായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കാം. പിന്നെ ഇത് പൂവാണ് കേട്ടോ. പൂവാണ് പറഞ്ഞില്ല. കായ കണ്ടോ? ഇതാണോ? അപ്പൊ ഞങ്ങൾക്ക് കാശ് പപ്പായ കാണിച്ചില്ല. പപ്പായ നമ്മുടെ വെറൈറ്റി സാധനമാണ്. പപ്പായ ഇപ്പൊ ചെറുതാട്ടോ. ചെറിയ ഇതാണ്. ചെറിയ ചെടിയാണ്. ബട്ട് ചെറിയ ചെടിയല്ല. ഇപ്പൊ പപ്പായ കണ്ടില്ലേ? നല്ല ടേസ്റ്റാണ് പപ്പായ. മധുരമുള്ള പപ്പായ ഉണ്ട്. നല്ല കറി വെക്കണ പപ്പായ ഉണ്ട്. പച്ചക്ക പപ്പായ ഉണ്ട്. നിങ്ങൾക്ക് അറിയില്ല പപ്പായ. ഇതിന്റെ മേലെ കയറിക്കാം. ഇതുണ്ട് ചരങ്ങുണ്ട്. ഇത്ര പോയി ചെരങ്ങ എടുക്കണോ? ചരങ്ങ പോയി പറിച്ച. കുറച്ച് കഷ്ടപ്പെടണല്ലേ ഞാൻ. അല്ല കഷ്ടപ്പെടണ്ട. ഒക്കെ ഫ്രീയാ. ഇനി എന്താ ഇവിടെ? തപ്പൂടെ അങ്ങോട്ട് അങ്ങനെ നടന്നൂടെ. കൊന്തക്കാട്ടിക്കോ? എൻ്റെ കാലുമുട്ട് വരെ പോലും ഇല്ല. എവിടെ? കൊന്തക്കാട് വരാൻ എവിടെ? നോക്കൂടടി. അരൂലത്ര ഈ സൈഡിലാ. ഇതാ പടതാ. ഇങ്ങോട്ട് വാ. കെൻസ പടണ്ട്. ചരങ്ങ പട വലുതുണ്ടടി. ഇങ്ങോട്ട് വാ. എന്താണ് ചെയ്യാ? ഇതെന്താണ്? തണ്ണിമത്തന. അതന്നെ ഞാനും ചോദിച്ചത് എന്താണെന്ന്. അറിയുന്ന ആൾക്കാരൊക്കെ കമന്റ് ചെയ്യട്ടോ. നമുക്ക് വല്ല കൃഷിനെ ഒന്നും കുറിച്ചിട്ട് അറിയില്ല. മത്തന ഇപ്പൊ തൽക്കാലം ചരങ്ങ മുറിച്ച. മത്തനാണോ തണ്ണിമത്തനാണോ ഒന്നും മനസ്സിലായില്ല. അത് നമുക്ക് പിന്നെ മുറിക്കാം. ഇതാണല്ലേ ഗായ്സ്. ഏറ്റൊക്കെ ഞാൻ ഇറങ്ങട്ടെ. നമ്മള് മുറുക്കാൻ പോവാണ് ഗായ്സ്. ഇത് വലുതാട്ടോ ഗായ്സ്. എന്താണ് കാക്ക ഇതിന്റെ പേര്? വഴുതനങ്ങ. അപ്പോൾ വഴുതനങ്ങ നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. അപ്പോൾ കൂട്ടാനൊക്കെ വെക്കണതുകൊണ്ട് വഴുതനങ്ങ വമ്മച്ച് വെച്ചാൽ ഇങ്ങനെ ഇതൊന്നും മുറിയാത്ത മുറി. നല്ല മൂർച്ചയുള്ള കത്തിയാട്ടോ. മീനടക്കം മുറിക്കും. മുറിയില്ല ഗായ്സ്. നമ്മള് മുറിച്ച് നമ്മളൊന്നിനെ മുറിച്ച് നമുക്ക് രണ്ടാമത്തേനും കൂടി മുറിക്കാം. വേറെ വഴുതന ഉണ്ടോ? അത്ര തന്നെ ഉള്ളു. പോരെ
ഇനി വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാവേ. വീട്ടിലത്തെ ഭയങ്കര രസമാണ്. വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര തല്ലൊക്കെ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഞാനും കാക്കി എന്നും തല്ലൂടും. ഇനി ഇവിടെ ഒരു പാമ്പ് കടിച്ച ആ പാമ്പും കൂടി ഇനിയും കാണിച്ചു കൊടുക്കാം. ഇവിടെ ഫുള്ള് കാടാണ്. കാടായതുകൊണ്ട് പിന്നെ അതൊന്നും പറയാറില്ല. കാട് എന്നൊന്നും പറയാൻ പറ്റൂല. തോട്ടം വായ കെൻസ നേരം കളയല്ല. ഞാൻ ഇത് അവസാനിപ്പിക്കാണ് പറഞ്ഞിട്ട് നിർത്തുക. പറ ഹലോ മൈ ഗോയ്സ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഇതൊക്കെയാണ് നമ്മുടെ വിളവെടുപ്പ്. കണ്ട എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അതിൻ്റെ കണ്ടില്ലേ, ഇതിൽ പൂവടക്കം തന്നെ. പൂവൊക്കെ വരും. അപ്പോൾ ഇത് തണ്ണിമത്തനാണോ നമുക്കറിയില്ല, എന്നാലും കുറേ ഉണ്ട്. മത്തനാണോ കാട്ടത്? ഇതൊക്കെ പൂ കണ്ടോ? കാണിച്ചു കൊടുക്കാം. പൂവില്ലാതെ കായ ഉണ്ടാവും. 5-6 അപ്പോൾ കായാണ്, ഫുൾ ഓഫ് കായാണ്. നമ്മൾ നല്ല നട്ട് വളർത്തുന്ന സാധനങ്ങളാണ്. നമ്മൾ കുറേ ഔഷധ വളങ്ങളൊക്കെ കൊടുക്കും. അപ്പം ഇന്നത്തേക്ക് ഇത്ര ഉള്ളു. നമുക്ക് ഇനി നാളെ സംസാരിക്കാം ഗായ്സ്. നമ്മളെ ലൈവിലേക്ക് രാത്രിയുള്ള എല്ലാവരും വരും. ഒന്നൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ ഗായ്സ്. അപ്പം എല്ലാവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ. ഡെയിലി ഗസ്റ്റ് ആണ് അവൾക്ക്. ഡെയിലി ഗസ്റ്റ് അല്ല, ഇത് വേറെ ഗസ്റ്റ്. അത് അടിപൊളി ഗസ്റ്റാണ്. അപ്പം എല്ലാവരും ഗസ്റ്റിനെ കാത്തിരിക്കുക. ബൈ ബൈ ചച്ചാ, സീ ടുമോറോ. നാളെ കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ് എല്ലാവരും കണ്ടതിൽ ഭയങ്കര സന്തോഷം. ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തവരുണ്ടോ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടോ, അല്ല ഷെയർ ചെയ്യാത്തവരുണ്ടോ, അവരൊക്കെ ഞാൻ പിടിക്കും കേട്ടോ, പോലീസും കള്ളനും കളിച്ചിട്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.